ഹലോ, അസ്സലാമു അലൈക്കും. സ്കൂളിൽ പോകാനാണുള്ളൂ. അപ്പം നമ്മൾ രാവിലെ സാൻഡ്വിച്ചും കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി പോകലാണ്. മറ്റേ അവിടെ ചെന്ന് നമുക്ക് കൊല്ലത്തിന് സമയം കിട്ടില്ല. 11 മണിക്കുള്ള പോലെ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. മസാല ആയിക്കൊണ്ട് നിൽക്കണം. ഓക്കെ. ചിക്കൻ സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കെല്ലാം വിലക്കെല്ലാം സാൻഡ്വിച്ച് ചെയ്യണം. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കൽ. നമ്മൾ വില കൂട്ടിയിട്ടൊന്നുമില്ല. എത്ര കുട്ടികൾക്കൊക്കെ വില കൂട്ടിയിട്ട് കാര്യം അതിനൊക്കെ അറിയില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ആകെ 20-30 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് സാൻഡ്വിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഒരു ഏർപ്പാടല്ലേ. പോട്ടെ, ഷാവോ ഇപ്പോൾ ശരി. സമൂസയും മസാല ബോണ്ടിയും പിന്നെ സാൻഡ്വിച്ച് ഇവിടുന്ന് ഉണ്ടാക്കി പോകും. മസാല ബോണ്ട അവിടുന്ന് ഇവിടുന്ന് റോളാക്കി കൊണ്ടുപോകും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം റെഡിയാക്കാണ്. രാവിലെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് കുറേ പണിയില്ല. മാവ് കൂട്ടിയിട്ട് ഇട്ടാൽ മതി. അതിൽ പരിപ്പിനൊക്കെല്ലാം പരിപ്പ് വരച്ചിട്ട് സമൂസ കൊടുത്ത് നമ്മൾ ചിറ്റാണ്. ഒക്കെ രാവിലെ നീച്ച് ചിറ്റി വെക്കണതാണ്. സമൂസ ചുറ്റാൻ അറിയുന്നുണ്ട്. മസാല വെള്ളപ്പം ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ കൊണ്ടുപോകാനല്ലോ കേട്ടോ. പരിപ്പ് വട, പിന്നെ ഉപ്പിലിട്ട മാങ്ങ വരെ കൊണ്ട് ഞാൻ ചെത്തിക്കൊണ്ടല്ലോ. സമയം ഉണ്ടാവില്ല. എത്തിച്ച് സമൂസക്കുള്ള മസാല ഉണ്ടാക്കണം. കൂടി ഉണ്ടാക്കാണ്ട് സാൻഡ്വിച്ച് കുറച്ചുണ്ടാക്കി വെച്ചാൽ മതി. ബാക്കി അവിടെ നിന്ന് ഉണ്ടാക്കലാണ്. കുറച്ചുകൂടി ഉണ്ടാക്കി പോകാനാണ്. പിന്നെ ഒരുപോലെ അങ്ങനെ ഉണ്ടാക്കാനാണ്. കുറച്ച് സമൂസയും ചുറ്റി പോകാനാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്ന് അങ്ങനെ ഒപ്പിച്ചതാ. എന്തൊക്കെ വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങൾ ചോദിച്ചിട്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മഴക്കാലം ഇന്നിപ്പോൾ ജൂൺ 1 വരെ മഴ തുടങ്ങി. രാവിലെ തന്നെ ജൂൺ 1 മഴ ഇല്ലായിരുന്നു. ഇപ്പോൾ ചട്ടിപ്പത്തിരി തൽക്കാലം നിർത്തി വെച്ചിരിക്കണം. കാരണം ഗ്യാസിൻ്റെ ലഭ്യത കുറവല്ല, വില കൂടിയുണ്ട്. എന്നാൽ സാധനം കിട്ടാറുണ്ട്, ഭയങ്കര വിലയാണ്. അത് നമുക്ക് പിന്നെ 8 കട്ടിപ്പത്തിരി ഉണ്ടാക്കി മുതലാവില്ല. 1150 റുപ്യ തോന്നുന്നു. അപ്പോൾ തൽക്കാലം അങ്ങനെ ഒപ്പിച്ച് പോവണം. ഒരു കുറ്റിമ്പോൾ അങ്ങനെ പോവണം. ആ ഒരു കുറ്റി കടിയിലാണ്. ഇവിടെ തുടങ്ങണേ ഇവിടുന്ന് ചട്ടിപ്പത്തിരി രാവിലെ ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ ഇവിടുന്ന് ഗ്യാസ് കുറ്റി വേണം. 2 കുറ്റി വാങ്ങാനല്ലേ കുഴപ്പമൊന്നും ഇപ്പം ഇല്ല. അതിൽ കച്ചവടമൊന്നും ഇല്ലല്ലോ. കുട്ടികളായിട്ട് മല്ല് കെട്ടാനൊരു പരിപാടി നടക്കുള്ളൂ. പിന്നെ അതൊരു ഏർപ്പാടെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുകയും ഒത്തിട്ടൊന്നല്ല. പക്ഷേ ഗ്യാസിന് റേറ്റ് കൂടുതലൊക്കെ പാടായിട്ട് തീരെ വെക്കാതെ. അപ്പം അങ്ങനെയൊക്കെയാണ്. എത്ര കടകളാണ് പൂട്ടിക്കിടക്കണ പാവങ്ങൾ. ഈ ഗ്യാസിന് വില കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. കുറേ ആൾക്കാർക്ക് കട തുറക്കാൻ പറ്റാത്ത കുഴപ്പമില്ല. നമുക്ക് തന്നെ കുറഞ്ഞ ഗ്യാസ് മതി. 1-2 കുറ്റി വേണ്ട കടകളുണ്ട്. അതിനനുസരിച്ച് എണ്ണക്കടി ഇട്ടാണ് ഇവിടുന്ന് വെക്കാനെന്നൊക്കെ. വേറെ എന്തെങ്കിലും 12 റുപ്യ ആക്കാൻ പറ്റും. അതന്നെ ചിലവ് 2 റുപ്യ തരാറ്. എന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഗ്യാസിന് കുറേ തന്നെ വേണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നടക്കുകയാണ് കുറേ ആൾക്കാർ. കുറേ ആൾക്കാർ തുറന്നുകാണ്ടൊപ്പം കിട്ടാതെ നടക്കണേ. നമ്മൾ പണിക്കാരെ കൂലിയും കഴിച്ചത്തയും ഉണ്ടാകുക. 4 പണിക്കാരൊക്കെ കൂലിയാണ്. പിന്നെ ഒരു ഗ്യാസ് കുറ്റി വാങ്ങാൻ 4 പണിക്കാരെ കൂലി. അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഏതായാലും എല്ലാവരും പഠിച്ചൊക്കെ ആക്കട്ടെ. അല്ല അപ്പം എന്താ പറയുക. ഒരു യുദ്ധം തുടങ്ങണോ, യുദ്ധം തുടങ്ങി ഒന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. ഓൽക്കാളിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ യുദ്ധം ചെയ്യുന്നുണ്ടോ? എന്നാൽ ചെയ്താൽ കഴിഞ്ഞു എന്നെത്തിയാണ്. അത് കഴിഞ്ഞില്ല.
അക്കിലോ ആവി പിടിപ്പിച്ചതല്ല എന്നപ്പോൾ ഇനിപ്പ ഇവിടെയും വെച്ച് ഗൾഫിലും വെച്ച് ഗൾഫിലാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ട്. എല്ലായിടും സാധനത്തിനൊക്കെ വില കൂടിയാണ്, ഗൾഫിലായാലും ഇവിടെ ആയാലൊക്കെ. ദിവസം നമ്മൾ വാർത്ത കേൾക്കണമല്ലേ. അങ്ങനെ തട്ടിമുട്ടി പോവാറില്ല പഴയകാലത്ത്, അതേമാതിരി പോക്കണം പോകണം. അങ്ങനെ പോവും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ സമൂസൻ്റെ പരിപാടി ചെയ്യുന്നു. ഈ ഐറ്റംസുകളൊക്കെ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് അങ്ങനെ പോകാനായി. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, വണ്ടിക്ക് വെക്കണം. സോസ് അടിച്ച് വെച്ചിരുന്നു, ഇതൊക്കെ ഉണ്ട്. അത് പോകാനാകുമ്പോൾ പുറത്തേക്കൊക്കെ കരുതില്ല, സോസൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ, നാളെ നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നാളെ തന്നെ നാളെയും ഇതേമാതിരി തന്നെ തുടരും. ഓക്കെ, ഐറ്റംസ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ. ഐറ്റംസ് ഇതൊക്കെ തന്നെ ദിവസം വരിക. അസ്സലാമു അലൈക്കും.